ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു. ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് ഈ ഒരു കേസ്, ദിയ കൃഷ്ണയുടെ ഈ ഒരു കേസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും. എന്തായാലും ഇവരുടെ സ്ഥാപനത്തിൽ, അതായത് ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദത്തിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു. നിരവധി, അതായത് ലക്ഷക്കണക്കിന് രൂപ എത്തി എന്നാണ് ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പം, അതായത് ദിയ കൃഷ്ണ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. കാരണം അതുമാതിരി തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഒരു രീതി നോക്കുമ്പോൾ. ലക്ഷക്കണക്കിനുള്ള രൂപ തന്നെയാണ് ഈ ഒരു 3 പേരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ദിയ കൃഷ്ണയുടെ O/OC, അതാണ് ആ ഒരു സ്ഥാപനത്തിന്റെ പേരെന്ന് പറയണം. അവിടെ ഈ ഒരു ജീവനക്കാരെ വിശ്വസിച്ച് കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ദിയ കൃഷ്ണ. അപ്പൊ ഈ ഒരു ദിയ കൃഷ്ണന്റെ വിവാഹത്തിന് ശേഷമാണ് ഈ ഒരു തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയതെന്നുള്ളതും, അല്ലെങ്കിൽ എത്ര കാലമായി ഈ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങളിൽ, അതായത് 2024 ശേഷമാണ് ഇത്തരത്തിലുള്ള പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ടാണ് ഈ ഒരു പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം, എനിക്ക് തോന്നുന്നത് ഈ ഒരു ദിയ പ്രഗ്നന്റ്, അത് ക്യാരിയിങ് ആയതിനു ശേഷമായിരിക്കും ഈ ഒരു കടയുടെ നടത്തിപ്പ് മുഴുവൻ ഈ ഒരു ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് ഈ ഒരു ദിയ പറഞ്ഞ ആ ഒരു വാദമുണ്ടല്ലോ, ആ കണക്കിൽ നോക്കുവാണെങ്കിൽ ശരിയാണല്ലേ. കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം ഈ ഒരു 3 പേരുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്നാണ് ഈ ഒരു പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്ന ഈ ഒരു പണമുണ്ടല്ലോ, അത് മറ്റു പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ പോലീസിന് ഇത് മനസ്സിലായിട്ടുള്ളത്. ഇനി എന്തായാലും പോലീസ് ഇത്രയും എത്തിസ്ഥിതിക്ക് ഇനി ഇത് ആരുടെയൊക്കെ അക്കൗണ്ടിലേക്കാണ്, അല്ലെങ്കിൽ എത്രയൊക്കെ പണമാണ് ആർക്കൊക്കെയാണ് നൽകിയത് എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി ഈ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് മാത്രമല്ല, ദിയ കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ സഹോദരിയെ അഹാനെ അതുപോലെ സിന്ധു കൃഷ്ണ, അവരുടെ ബ്ലോഗുകളിൽ തന്നെ നിരവധി വീഡിയോസുകൾ ഇതിന്റെ തെളിവ് സഹിതം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ഈ ഒരു 8 ലക്ഷത്തിലധികം രൂപ ഇവർ ദിയയുടെ ഒപ്പം, അല്ലെങ്കിൽ ദിയയുടെ സഹോദരിമാർക്കൊപ്പം കൃഷ്ണകുമാറിനൊപ്പമുള്ള ആ ഒരു സമയത്ത് തന്നെ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാനൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ പണം കൊണ്ട് കൊടുക്കുന്നു, അത് പണയം വെച്ച് ആ പണം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് തന്നെ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മിക്കവാറും പോലീസ് അതൊരു വസ്തുത പരിശോധന നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലേ. കാരണം 8 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു തുക എവിടെ നിന്നാണ് വന്നതെന്നുള്ളതും, അതുപോലെ പണയം വെച്ച് കൊണ്ടുവന്നു, കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം ചേർത്ത് കൊടുത്തു എന്നൊക്കെയാണ് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ഈ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ ഭയന്ന് എന്തൊക്കെ കഥകൾ തന്നെയാണ് ഈ ഒരു പെൺകുട്ടികൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ നൽകിയ, കൃഷ്ണകുമാർക്കെതിരെ നൽകിയ ആ ഒരു കേസുകളടക്കം ഇപ്പോൾ എങ്ങനെയായിരിക്കും പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോവുക? ഈ ഒരു കൃഷ്ണകുമാർക്കെതിരെ 3 ജീവനക്കാർ നൽകിയ പരാതി പോലീസ് പ്രാഥമികമായ തെളിവുകൾ, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡിജിറ്റൽ രേഖകളും നോക്കിയപ്പോൾ ദിയ കൃഷ്ണ പറയുന്നതിലാണ് വാസ്തവമെന്ന് ഏതാണ്ട് പോലീസിന് വ്യക്തമായി. അതായത് ഈ ഒരു സാഹചര്യത്തിൽ 3 ജീവനക്കാർ നൽകിയ പരാതി കൗണ്ടർ കേസുകളായി മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സംസാരിച്ച് അവരുടെ കൂടി ഉപദേശം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും എന്തായാലും ഈ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് ഈ നിലവിലെ അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് തന്നെ. കാരണം ഇപ്പോൾ ഈ ഒരു കേസിനെ കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നും, ഇതിനകത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ഈ ഒരു ജീവനക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ, അതായത് ഫോണിൽ നിന്നുള്ള വിവരങ്ങളും ഈ ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ജീവനക്കാർ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇനി പോലീസിൽ ഇനി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പെൺകുട്ടികൾ പറഞ്ഞത് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ എന്താണ് തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞാൽ, അവരുടെ അനുവാദമില്ലാതെ ബലത്തോടെ കൊണ്ടുപോയാൽ അതല്ലേ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നത്. ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന പരാതിയിലാണ്. പക്ഷേ അവരെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയി എങ്കിൽ, അങ്ങനെ ബലമായി പിടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ ഇവർ കൃഷ്ണകുമാറിന്റെ മക്കൾക്കൊപ്പം
ആ ഒരു കെട്ടിടത്തിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അതടക്കം എന്തായാലും ഇപ്പോൾ നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ. കൃഷ്ണകുമാറിന്റെയും ഭാര്യയുടെയും അതായത് സിന്ധു കൃഷ്ണയുടെ ഒപ്പം തന്നെ അഹാനയുടെയും ഒക്കെ പലരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ വ്ലോഗുകളിലൂടെയൊക്കെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞതുമാണ്. CCTV ദൃശ്യങ്ങളും തെളിവുകളുമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പെൺകുട്ടികൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ATM വഴി ഓരോ ദിവസവും പണമെടുത്ത് ദിയയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നതാണ്. അതായത് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഒരു ദിയ ഒരു ടാക്സ് വെട്ടിപ്പിന് വേണ്ടിയിട്ട്, അതായത് ദിയ ഒരു ടാക്സ് വെട്ടിപ്പുകാരിയാണെന്നുള്ള രീതിയും ഈ ഒരു പെൺകുട്ടികൾ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു. ഇവർ ATM വഴി പണം പിൻവലിച്ച് ദിയയ്ക്ക് കൊടുത്തു എന്ന് ഈ ഒരു ജീവനക്കാരികൾ പറയുന്നത് കളവാണ് എന്ന് പോലീസ് ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലായത്. കാരണം ATM വഴി വലിയ തുക പല ദിവസങ്ങളായിട്ട് വിഡ്രോ ചെയ്തത് അല്ലെങ്കിൽ ആ ചെയ്തതിന്റെ രേഖകളൊന്നും ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു ATM വഴി പണം കൊടുക്കണമെങ്കിൽ അത് കുറച്ചധികം പണമായിരിക്കണം. അത് നിരന്തരം വിഡ്രോ ചെയ്യണം. അത് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും. അങ്ങനെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിരന്തരം ATMൽ നിന്ന് കൂടുതൽ പണം പിൻവലിച്ചതിന്റെ രേഖകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞല്ലോ, ബലമായിട്ട് ഇവരെ പിടിച്ചു കൊണ്ടുപോയി എന്നത് സ്ഥാപിക്കുന്നു എന്നുള്ള പരാതി അവർ നൽകിയപ്പോൾ അത് പരിശോധിക്കാൻ പോലീസ് ഇന്നലെ തന്നെ ഈ ഒരു CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷേ ആ ഒരു CCTV ദൃശ്യങ്ങളിലെ ദിയയുടേതോ അല്ലെങ്കിൽ അഹാനയുടെയോ കൃഷ്ണകുമാറോ ഇവരെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നതല്ല അതിനകത്ത് കാണുന്നത്. ഈ പെൺകുട്ടികൾ അവർക്കൊപ്പം വാഹനത്തിൽ സ്വമേധയാ കയറുന്ന അങ്ങനെ ആ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തത വരുന്നത്. ഈ പണം മാറ്റിയതിന്റെ അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാദത്തിന് ATMൽ നിന്ന് പണമെടുത്ത് ദിയയ്ക്ക് കൊടുത്തു എന്ന വാദത്തിനൊക്കെയുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടികളുടെ പരാതി അതൊരു കെട്ടിച്ചമച്ച പരാതിയാണ് എന്ന് തന്നെയാണ് പുറത്തു വരേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഈ ഒരു ജാതി വിവേചനം കാണിച്ചു തുടങ്ങിയ ഒരു വലിയ ആരോപണങ്ങൾ ചേർത്തുള്ള കേസാണ് ആ ഒരു പെൺകുട്ടികൾ നൽകിയത്. അപ്പൊ അതൊരു കൗണ്ടർ കേസായി പരിഗണിക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.